സോണിയാഗാന്ധി ത്യാഗം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് തെലങ്കാനയിലെ ജനങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയുമായിരുന്നില്ല. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പരാമർശം ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടം പിടിക്കുകയാണ്. വിവാദ പരാമർശമാണ് നടത്തിയിരിക്കുന്നതെന്നാണ് BJP ഇതിനോടായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. സോണിയയുടെ ത്യാഗം മൂലമാണ് തെലങ്കാനയിൽ ജനങ്ങൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്ന ആ ഒരു പ്രവണത ഉണ്ടായതെന്ന് സമൂഹ മാധ്യമത്തിൽ വൻതോതിൽ പ്രതികരണങ്ങൾ ഉയരാൻ കാരണമായിരിക്കുകയാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലെ ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ സർക്കാർ സംഘടിപ്പിച്ച ക്രിസ്മസ് പരിപാടിയിലായിരുന്നു രേവന്ത് റെഡ്ഡി ഇത്തരമൊരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഡിസംബർ 9-നാണ് സോണിയാഗാന്ധിയുടെ ജന്മദിനം. ഇത് കണക്കിലെടുക്കുമ്പോൾ ഡിസംബറിൽ തന്നെ തെലങ്കാനയിൽ പ്രത്യേക പ്രാധാന്യമുണ്ട് എന്നതാണ് രേവന്ത് റെഡ്ഡി പറയുന്നത്. ഇന്ത്യയുടെ മുഴുവൻ ജനങ്ങളുടെയും ഉത്സവമായ ക്രിസ്മസ് എന്ന മതപരമായ ഉത്സവത്തെ രേവന്ത് റെഡ്ഡി രാഷ്ട്രീയവൽക്കരിക്കാൻ ഇവിടെ ശ്രമം നടത്തുകയാണ് എന്നതാണ്. മാത്രമല്ല, മുഖ്യമന്ത്രി അനാവശ്യമായ താരതമ്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നതെന്നാണ് BJP ഇതിനോടായി തന്നെ ആരോപിച്ചിരിക്കുന്നത്. സോണിയാഗാന്ധി ഒരിക്കലും ഹിന്ദു വിശ്വാസത്തിൽ വിശ്വാസം പ്രകടിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ ജന്മന സ്വീകരിച്ച മതമായ ക്രിസ്തു മതം അവർ ഇപ്പോഴും പിന്തുടരുന്നു. അധികാരത്തിലിരുന്നപ്പോൾ തന്നെ ജൻപദിലെ അവരുടെ വസതിയിൽ തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാവരും സ്വന്തം വിശ്വാസങ്ങൾ അത് ആചരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഇത്തരം പരാമർശങ്ങൾ അത് ശരിയല്ല എന്നതാണ് ഇപ്പോൾ BJP നേതാവായ രാജ് പുരോഹിത് പറയുന്നത്. യേശു ക്രിസ്തു ചെയ്ത ത്യാഗങ്ങളെ സോണിയാഗാന്ധിയുടെ ത്യാഗങ്ങളുമായി അദ്ദേഹം താരതമ്യം ചെയ്യുകയാണോ എന്നും വിവാഹം കഴിച്ച സോണിയാഗാന്ധി ഇന്ത്യയിലേക്ക് വന്നത് ഒരു ത്യാഗമാണോ എന്നതായിരുന്നു ചോദ്യങ്ങൾ ഉയർന്നു വന്നത്. അതിനെ ഒരു ത്യാഗമെന്ന് വിളിക്കാൻ കഴിയില്ല എന്നും അതിനാൽ തന്നെ മുഖ്യമന്ത്രി ഇവിടെ സംശയത്തോടെയും ഉത്തരവാദിത്വത്തോടെയും സംസാരിക്കണം എന്നതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. അതേപോലെ തന്നെ രാഷ്ട്രീയത്തിനായി ഇത്രയും തരം താഴരുതെന്നും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കായി തന്നെ ക്രിസ്മസ് പോലുള്ള ആഘോഷങ്ങളെ ഉപയോഗിക്കുന്നത് അത് അപലപനീയമാണ്. ഈ പ്രസ്താവനയുടെ പേരിൽ രേവന്ത് റെഡ്ഡി മാപ്പ് പറയണമെന്ന് മറ്റൊരു BJP നേതാവ് വ്യക്തമാക്കുകയും അല്ലെങ്കിൽ ഒരു അഭിപ്രായം പങ്കുവച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു. രാഷ്ട്രീയ നേട്ടത്തിനായി തന്നെ ക്രിസ്മസ് വിശ്വാസത്തെ അപമാനിച്ചതായും ആരോപിച്ചു. തെലങ്കാനയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ സോണിയാഗാന്ധിയുടെ ത്യാഗവും ആയി തന്നെ ബന്ധപ്പെട്ടിരിക്കുന്ന എന്നതാണ് രേവന്ത് റെഡ്ഡിയുടെ വാദത്തെ അവിടെ BJP തെലങ്കാന യൂണിറ്റ് പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇനി ഗാന്ധി കുടുംബം കാരണം സൂര്യൻ ഉദിക്കുമെന്ന് രേവന്ത് റെഡ്ഡി നമ്മോട് പറയുമോ എന്നും മുഖ്യമന്ത്രി എല്ലാ പരിധികളും ഇവിടെ കടക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും BJP കുറ്റപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.